1250 കോടിയോ ഇതിനാ? അതിനെന്താ? ഇതെന്താ കോടികൾക്കൊന്നും വിലയില്ലേ? എന്നാ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, മുണ്ടും ഷർട്ടിട്ടോണ്ട് സ്പേസിലേക്ക് വെക്കും. അല്ല അത് പിന്നെ എടാ മോനെ, സപ്പോസ് ഒരാൾ സ്പേസ് സ്യൂട്ട് ഇടാണ്ട് സ്പേസിലേക്ക് പോയി എന്ന് വിചാരിക്കാം. ഒരു 15 സെക്കൻഡ് കൊണ്ട് ആളുടെ ബ്ലഡിലുള്ള ഓക്സിജനൊക്കെ ഡീഓക്സിജനൈസ്ഡ് ആയിട്ട് അയാളുടെ ബോധം പോയിട്ടുണ്ടാവും. അതിനോടൊപ്പം പ്രഷർ ഡിഫറൻസ് ആണ്, ലങ്സ് റപ്ചർ ആവും, ശരീരത്തിലുള്ള വെള്ളം മുഴുവനും തിളച്ച് ഇവോപ്പറേറ്റ് ചെയ്തു പോകും. അതും കൂടാണ്ട് സ്പേസിലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആണ്. അപ്പോൾ നമ്മൾ മരവിച്ച് ഇല്ലാണ്ടാവും. ഇതൊന്നും സംഭവിക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ സ്പേസ് സ്യൂട്ട് ഇട്ടേ പറ്റൂ. ഇതെന്താ ഇത്രയും വില? എടാ സത്യം പറഞ്ഞ ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പാടാണ് ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കണമെങ്കിൽ. അതായത് സ്പേസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എയർ ടൈറ്റ് ആയിരിക്കണം, അത് കംഫർട്ടബിൾ ആയിരിക്കണം, നമ്മുടെ കൈയും കാലൊക്കെ അനക്കാൻ പറ്റണം, നമുക്ക് സ്പേസിലൂടെ നടക്കാനൊക്കെ പറ്റണം. സ്പേസിൽ ഒരുപാട് മെയിൻ്റെനൻസ്, റിപ്പയറിങ്, അത് മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഒരേ സമയത്ത് നമ്മൾ സേഫ് ആയിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റണം. അതുകൊണ്ട് സ്പേസ് സ്യൂട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ കടയിൽ പോയിട്ട് തുണി എടുക്കുന്ന പോലെ അല്ല ശരിക്കും സംഭവം. ഓരോ ആസ്ട്രോണോട്ടും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്പേസ് സ്യൂട്ടാണ് മിക്കവാറും ഉണ്ടാക്കാറ്. ഒരു പേഴ്സണൽ വീട് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ? എക്സാക്ട്ലി, ശരിക്കും സംഭവം അത് തന്നെയാണ്. പിന്നില്ലേ ചില സിനിമകളിൽ സ്പേസ് സ്യൂട്ടിൽ റോക്കറ്റ് പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടല്ലോ, അത് ശരിക്കും എന്താ സംഭവം? ഒരു ബാഗ് പോലത്തെ സംഭവം അല്ലേ? ഞാനും കണ്ടിട്ടുണ്ട്. ആടാ, അതിന്റെ പേരാണ് MMU, അതായത് മാൻഡ് മെനൂവറിംഗ് യൂണിറ്റ്. സംഭവം വേറെ ഒന്നല്ല, നമുക്ക് സ്പേസിൽ വെച്ച് ഇങ്ങനെ നടന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്പേസ് സ്യൂട്ട് ഇട്ടുണ്ട് നമ്മൾ സ്പേസിൽ ഇങ്ങനെ മിനോവർ ചെയ്യണം, അല്ലെ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൽ മിക്കവാറും ഒരു നൈട്രജൻ പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഒരു സ്പ്രേ അടിക്കുന്ന പോലെ അല്ലേ? ഏകദേശം അതേപോലെയൊക്കെ തന്നെ. പിന്നെ ഭൂമിയിൽ നമ്മളെല്ലാരും വേസ്റ്റ് കൊണ്ട് കുത്തി നിറച്ച് കുളം തോണ്ടിട്ടേക്കാണല്ല. അതും പോരാഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ സ്പേസിൽ കൊണ്ടുപോയി വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ആരും അല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ കൊണ്ടുപോയിട്ടത്. എന്നിട്ട് കുറ്റം മുഴുവൻ നമുക്ക്. അതെന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. അപ്പോ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയല്ല, നല്ല ഹൈ സ്പീഡിൽ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം 29,000 km/h സ്പീഡിലാണ് ഈ സംഭവം നമ്മുടെ ഭൂമിയുടെ ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്പേസ് സ്യൂട്ട് ഇട്ടിട്ട് സ്പേസിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു സംഭവം ഇത്ര സ്പീഡിൽ നിങ്ങളുടെ സ്പേസ് സ്യൂട്ടിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മഴയത്തൊക്കെ 2 വീലർ ഓടിക്കുമ്പോൾ ഒരു ബുള്ളറ്റ് കൊള്ളുന്ന പോലെയാണ് ഓരോ മഴത്തുള്ളി നമുക്ക് തോന്നുന്നത്. അതായത് ഈ മഴത്തുള്ളികളുടെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെറും 36 km/h ആണ്. അത് നമ്മുടെ ബൈക്ക് ഒരു 50 km/h പോകുന്നതെങ്കിൽ ഈ വെള്ളത്തുള്ളി നമ്മുടെ മേത്ത് വന്നിടിക്കുന്നത് ഏകദേശം 50-54 km/h. എന്നിട്ട് പോലും നല്ലോണം വേദന എടുക്കുക ഈ സാധനം നമ്മുടെ മേത്ത് കൊണ്ടില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, 29,000 km/h ഒരു മണൽത്തരിയുടെ അത്രയും വലിപ്പമുള്ള ഒരു സംഭവം സ്പേസ് സ്യൂട്ടിലോ എന്തെങ്കിലും ഒരു സാധനത്തിന് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡാമേജ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. വേറെന്ത് പറയാനായിട്ട്, ഒരു ബുള്ളറ്റിനെ സ്പീഡിലാണ് ഈ സംഭവം സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇതെങ്ങാനും വന്നിടിച്ച് സ്പേസ് സ്യൂട്ടിൽ ഒരു ഓട്ട വന്ന മോനെ തീർന്ന് പണി പാളും. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ സ്പേസ് സ്യൂട്ടിന് ഒന്നും സംഭവിക്കില്ല. അത്ര ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ഇത്ര റേറ്റ് ഇതിന് വരുന്നത്. ഞങ്ങൾ ഈ പൈസയുടെ പകുതി കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അത് മൂണിൽ കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്യിച്ച്. നിങ്ങൾ ശരിക്കും അടിപൊളി. ഇതൊക്കെ എങ്ങനെ സാധിക്കണേ? അത് പറയാൻ പറ്റില്ല, അതൊരു ട്രേഡ് സീക്രട്ടാണ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഒരു ഗുണം അത്. പിന്നെ ഈ വർഷം ആദ്യമായിട്ട് ഞങ്ങളുടെ ആസ്ട്രോനോട്സിനെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതും ജസ്റ്റ് 10,000 കോടി രൂപയ്ക്ക്. അത് പൊളിച്ച് ഞാൻ പോണേണ്. ശരി, കാണാം. അപ്പൊ ഓക്കെ.